ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നല്ലൊരു ഡ്രൈ നട്ട്സിൻ്റെ പൗഡറാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാതെ ബെസ്റ്റാണ്. പിന്നെ അത് പ്രോട്ടീൻ പൗഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വലിയവർക്ക് അത് ഉപയോഗിക്കാം. ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടണതാണ് ഈ പ്രോട്ടീൻ പൗഡർ. അതിന് വേണ്ടി കുറച്ച് ഡ്രൈ നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ബദാം പരിപ്പ്. അത് തീരെ കുഞ്ഞു കുട്ടികൾക്കാണെന്ന് വെച്ചാൽ നമ്മളിത് വെള്ളത്തിലിട്ട് തോട് കളഞ്ഞിട്ട് വേണം ഇത് വറുക്കാനെടുക്കാൻ. ഇതിപ്പോൾ ഒരു 8 മാസം 1 വയസ്സിന് മേലെ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചൂടാക്കി അരിച്ചെടുക്കാം. പിന്നെ പിസ്ത 1/4 കപ്പ്, കാഷ്യൂ നട്ട് 1/4 കപ്പ്, പീനട്ട് കപ്പലണ്ടി 1/4 കപ്പ്, 4 ഏലക്കായ നമുക്ക് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. ആദ്യം ബദാം പരിപ്പ്. ഇതിപ്പോൾ 1 വയസ്സിൻ്റെ അടുത്ത് കുട്ടികളാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റായിട്ട് ചൂടാക്കി പൊടിക്കാം. അല്ലെങ്കിൽ നമ്മളിത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് ഇതിൻ്റെ തോടൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് വേണം പൊടിക്കാനായിട്ട്. അപ്പോൾ വൈറ്റ് ബദാം പരിപ്പാവും. എന്നിട്ട് വേണം ചൂടാക്കി പൊടിക്കാൻ. ഇത് വെറുതെ ഒന്ന് ചൂടാക്കാം. അപ്പോൾ വേഗം പൊടിഞ്ഞു കിട്ടും. ഒരു 5 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ചൂടായിട്ട് ഇത് ഇങ്ങനെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പീനട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കളറ് മാറുന്ന വരെ റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. നമുക്ക് കാഷ്യൂ നട്ട് ചൂടാക്കാം. കളർ മാറുമ്പോൾ നമുക്ക് മാറ്റാം. നമുക്ക് പിസ്ത എടുത്ത് ചൂടാക്കാം. പിസ്ത ചൂടാക്കുമ്പോൾ അതിൻ്റെ തോട്, ഇതിൻ്റെ കട്ടിയുള്ള തൊണ്ട് മാറ്റണം. പിസ്തയുടെ തൊണ്ട് ചൂടായതിന് ശേഷം മാറ്റാം. ഇതിൻ്റെ ഒരു ബ്രൗൺ കളറായതിന് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ തൊണ്ട് മാറ്റാം. എന്നിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നാല് ഏലക്കായ, നമുക്കിത് ഓഫ് ചെയ്ത് ഇടാം. പിസ്തയുടെ തൊണ്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം. ഈ നട്ട്സൊക്കെ ഡ്രൈ നട്ട്സൊക്കെ നല്ല വിറ്റാമിൻ ഉള്ളതാണ്. ഇങ്ങനെ ഒരു പാകത്തിന് നിർത്താം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് പാലിൽ ഇട്ട് കുറുക്കി കൊടുക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.